ലാലേട്ടൻ്റെ മാന്ത്രികം എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തിയ ഈ സുന്ദരിയെ ഓർമ്മയില്ലേ? ആന്ധ്രാക്കാരിയായ നടി മിനിതയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെ. മലയാള സിനിമയിൽ ഒരുപിടി മികച്ച സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ സംവിധായകനായിരുന്നു തമ്പി കണ്ണന്താനം. കഴിഞ്ഞ വർഷമായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. മലയാളത്തിൻ്റെ താരരാജാവ് മോഹൻലാൽ സൂപ്പർ താരമായി മാറിയ രാജാവിൻ്റെ മകൻ ഉൾപ്പെടെ ലാലിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച ഒരുപിടി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹം ഒരുക്കിയിരുന്നു. 1995 തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ മാന്ത്രികം എന്ന ഹിറ്റ് സിനിമയിലൂടെയാണ് മേനക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ തുടക്കം കുറിച്ച വിനീത എന്ന നടി ഉത്ഭവം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം സ്വദേശിയായ ശാന്തയായിരുന്നു സിനിമയിലെത്തിയപ്പോൾ വിനീത എന്ന പേരിൽ അറിയപ്പെട്ടത്. മലയാളത്തിൽ വിനീത അവതരിപ്പിച്ച ആദ്യ കഥാപാത്രം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. നായികയല്ലെങ്കിലും മോഹൻലാലിനൊപ്പം നിരവധി രംഗങ്ങളിൽ വിനീത മേനക എന്ന കഥാപാത്രം കടന്നു വരുന്നുണ്ട്. അന്യഭാഷയിൽ നിന്നിട്ടാണെങ്കിലും മികച്ച രീതിയിൽ നടി കഥാപാത്രത്തെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുകയായിരുന്നു. മാന്ത്രികം സിനിമയും അതിലെ കേളി വിപലം പാട്ടും മാത്രം മതി വിനീത എന്ന സുന്ദരിയായ കഥാപാത്രത്തെ എക്കാലവും ഓർത്തിരിക്കാൻ. മാന്ത്രികമാണ് ആദ്യ സിനിമ എങ്കിലും അതിനു മുമ്പ് നിരവധി തമിഴ് സിനിമകളിലും വിനീത അഭിനയിച്ചിട്ടുണ്ട്. നായിക പ്രധാനമുള്ള ജ്യോതി എന്ന സിനിമ കഥാപാത്രം തന്നെ നടിക്ക് ശ്രദ്ധ നേടിക്കൊടുത്തിരുന്നു. സുരേഷ് ഗോപി നായകനായ രാജപുത്രൻ സിനിമയിലാണ് വിനീത പിന്നീട് മലയാളത്തിൽ അഭിനയിച്ചത്. 2003 ഒരു പോലീസ് കേസിൽ നടി അകത്തായതോടെ കരിയറിലെ താൽക്കാലികമായി ഇടവേള എടുക്കുകയായിരുന്നു. എന്നാൽ അടുത്ത വർഷം തന്നെ നടിക്ക് എതിരെയുള്ള തെളിവുകൾ തെറ്റാണെന്ന് കണ്ടെത്തുകയും കോടതി നടിയെ വെറുതെ വിടുകയും ചെയ്തു. എന്നാൽ മാനസികമായ തളർച്ച നേരിട്ടതിനെ തുടർന്ന് സിനിമയിൽ നിന്നും വലിയൊരു ഇടവേള എടുക്കുകയായിരുന്നു നടി.